ഹേ എവ്രിവൺ, വെൽക്കം ബാക്ക്. ഇന്ന് ബറാത്ത് ഡേയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ ബേബിക്കാണ് കേട്ടോ ആദ്യം ഡ്രസ്സ് എടുക്കാൻ പോയത്. ഇവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ ബേബിക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഉണ്ടല്ലോ, എത്ര ഡ്രസ്സ് നോക്കാൻ പോയാലും അവൻ്റെ മൊത്തം കോൺസെൻട്രേഷൻ ടോയ്സിലായിരുന്നു. അവൻ എന്തോരം ടോയ്സ് ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, പിന്നെയും ടോയ്സ് എടുക്കണം. പോയിടത്തൊക്കെ ടോയ്സ് ചോദിക്കും. അതാണ് എപ്പോഴും അവൻ ചെയ്യുന്നേ. പിന്നെ എനിക്കും ടോപ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്നു. എന്നിട്ട് ട്രഡീഷണൽ റെസിപ്പിയായ പാലപ്പം ഉണ്ടാക്കുകയാണ്. ഇത് എല്ലാവരും എന്താ പറയാന്നറിയില്ല, നമ്മുടെ വീട്ടിലൊക്കെ പാലപ്പം എന്നൊക്കെ പറയും. ഇതൊരു ചെറിയ സ്വീറ്റ് റെസിപ്പിയാണ്. ഇതിനെ പാൽ കൊഴുക്കട്ട എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. ഇത് ആദ്യം അരിപ്പൊടിയിൽ ഉപ്പും വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഈ ചപ്പാത്തി നമ്മൾ പൂരിക്കൊക്കെ നല്ലോണം കുഴച്ച് സോഫ്റ്റാക്കി എടുക്കൂലേ, അങ്ങനെ തന്നെ എന്തായാലും സോഫ്റ്റാക്കി എടുക്കണം. പെട്ടെന്ന് കുഴച്ചെടുക്കരുത്, കുറച്ച് ടൈം എടുത്ത് കുഴച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. ഇങ്ങനെ നല്ലോണം സോഫ്റ്റായിട്ട് കുഴച്ചതിന് ശേഷം ഉണ്ടല്ലോ, ഞാനൊരു 10 മിനിറ്റ് അങ്ങനെ തന്നെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. മൂടി വെക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. ബോൾസ് വലുപ്പം കൂടുന്തോറും ടേസ്റ്റ് കുറയും. ചെറിയ ചെറിയ ബോൾസ് ആകുമ്പോൾ അതിൽ ഇതുണ്ടല്ലോ, ഈ തേങ്ങാപ്പാലൊക്കെ നല്ലോണം വലിച്ചിട്ട് അടിപൊളിയായിരിക്കും. അതുകൊണ്ട് പറ്റും തോറും ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇതിൽ മെയിൻ പണി എന്ന് പറഞ്ഞാൽ ഇതന്നെയാണ്, ബോൾസ് ഉണ്ടാക്കൽ. ഇത് എൻ്റെ ഉപ്പുപ്പാൻ്റെ വീട്ടിൽ എല്ലാ ബറാത്തിനും ഉണ്ടാക്കാറുണ്ട്. അവിടെ കഴിച്ച ഓർമ്മയാണ് കേട്ടോ എനിക്ക് കൂടുതലുമുള്ളത്. എൻ്റെ വീട്ടിലും ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടാക്കുകയാണെങ്കിൽ എന്താണ് ഇതിനൊക്കെ പറയുന്നത്? എനിക്ക് ബോൾസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇത്ര ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഞാനെടുത്തൊരു അളവിന് ഇത്രയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പം ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം നല്ലോണം ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് തിളക്കണം കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം മൂടി വയ്ക്കുന്നുണ്ട്. ഈ വെള്ളം നല്ലോണം തിളച്ചാൽ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ബോൾസ് അതിലേക്കിടുക. ഞാൻ ഒരല്പം പഞ്ചസാരയും കൂടെ ആ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മൂടി വെച്ചിട്ട് ഈ ബോൾസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഈ നമ്മൾ ചെറിയ ചെറിയ ഉരുളകളാക്കില്ലേ, അത് നന്നായിട്ട് വേവണം. കുറേ നേരം ഒന്നും എടുക്കില്ല. ചെറിയ ബോൾസ് ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. കണ്ടോ, ഇങ്ങനെ ആയിരിക്കും. നല്ലോണം വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാത്രത്തിൽ തേങ്ങാപ്പാൽ വയ്ക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചാലുണ്ടല്ലോ, അതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര ചേർക്കുക. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമുള്ളത് ചേർത്താൽ മതി. തേങ്ങാപ്പാൽ കുറച്ച് കട്ടിയിൽ വേണം കേട്ടോ, ലൂസാക്കി എടുക്കണ്ട. കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാലാവട്ടെ. ശർക്കര ഇട്ടു. എന്നിട്ടുണ്ടല്ലോ അതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും ചേർക്കണം. ഏലക്ക ചേർക്കുന്ന കൊണ്ടുണ്ടല്ലോ നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറും ആയിരിക്കും. ചില ആൾക്കാർക്ക് ഈ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമല്ല. അങ്ങനത്തെ ആൾക്കാർ അത് ഒഴിവാക്കുക. കുറച്ച് പേര് ഇത് പഞ്ചസാരയിലാക്കലുണ്ട്. പഞ്ചസാര കൊണ്ടാക്കുകയാണെങ്കിൽ ഇത് നല്ല വൈറ്റ് കളറിലായിരിക്കും ഈ പാല്. ഇപ്പോൾ ശർക്കര കൊണ്ടാക്കുന്നത് കൊണ്ടാണ് കളറിൽ മാറ്റം വരുന്നത്. ഈ ശർക്കര ഒക്കെ ഉണ്ടല്ലോ ഈ പാലിൽ അലിഞ്ഞു ചേരണം. ഇപ്പം ഉണ്ടല്ലോ സ്വീറ്റ് കുറവാന്ന് തോന്നിക്കഴിഞ്ഞാലുണ്ടല്ലോ ഇപ്പം സ്വീറ്റ് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ. സ്വീറ്റൊക്കെ ഇപ്പോഴാണ് നോക്കിയിട്ട് ഒന്ന് കറക്റ്റാക്കുക. കുറച്ച് നേരം ഇളക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഈ ശർക്കര ഒക്കെ അലിഞ്ഞ് ചേർന്നോളും. ഞാൻ ഓൾറെഡി ഗ്രേറ്റ് ചെയ്ത ശർക്കരയാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ആയിക്കോളും. എന്നിട്ട് ഈ തേങ്ങാപ്പാലുണ്ടല്ലോ തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ തേങ്ങാപ്പാൽ നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന റൈസിൻ്റെ ബോൾസില്ലേ, അത് ഊറ്റി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം.
നന്നായിട്ട് തിളക്കുമ്പോൾ ചേർത്താൽ മതി കേട്ടോ. ഇതൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ടുണ്ടല്ലോ ഇത് തിളക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെയിറ്റ് ചെയ്താൽ മതി. ഒന്നിത് തിളച്ചാൽ ഫ്ലെയിം ഓഫ് ആക്കുക. ഇപ്പോൾ കണ്ടോ നല്ലോണം തേങ്ങാപ്പാൽ തിളയ്ക്കുന്നുണ്ട്. ഇത്രയും മതിയാവും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബേബിക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്വീറ്റ് അല്ല, അതുകൊണ്ട് കുട്ടികളൊക്കെ കഴിച്ചോളും. പിന്നെ ഇതൊരു ട്രഡീഷണൽ റെസിപ്പിയാണ്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ചെയ്ത് കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഓർമ്മകൾ കൊണ്ടാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. ബറാത്ത് ഡേയിലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്വീറ്റ് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗോതമ്പ് പൊടി കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഗോതമ്പ് പൊടിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കും. നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണെങ്കിൽ നല്ല യെല്ലോ കളറിലുണ്ടാവും. പിന്നെ 2 ടേബിൾ സ്പൂൺ റവ ചേർത്തെടുക്കുക. റവ ചേർക്കുന്ന കൊണ്ട് എന്തായാലും ആ പൂരി ഒന്നുകൂടെ ക്രിസ്പിയാവും. പിന്നെ പെട്ടെന്ന് പൊങ്ങി കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഈസിയാണ് ഉണ്ടാക്കാൻ, ടേസ്റ്റും നന്നായിരിക്കും. ആദ്യമേ പറഞ്ഞ പോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. എന്തായാലും കളർ വേണമെങ്കിൽ ചേർക്കാം. കളർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർത്തിരിക്കുന്നത്. പിന്നെ പഞ്ചസാരയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമാണ്. പഞ്ചസാര ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ടിരിക്കട്ടെ, അപ്പോഴാണ് ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഒരു മീഡിയം ഷുഗർ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ടേസ്റ്റ് ഒന്നുകൂടെ മധുരം ഉണ്ടാവില്ല. ചെറിയ മധുരമാണ് ഇതിന് വേണ്ടത്. പിന്നെ ഇതിനെ നന്നായിട്ട് സോഫ്റ്റാക്കി കുഴച്ചെടുക്കുക. മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുകൊണ്ടൊക്കെ കണ്ടില്ലേ നല്ല കളറായിരിക്കും. പിന്നെ എഗെയിൻ ഇതും അങ്ങനെ തന്നെയാണ്. ചെറിയ ബോൾസാക്കി എടുക്കുക. നോർമൽ പൂരി ഉണ്ടല്ലോ, വലിയ പൂരിയുടെ സൈസൊന്നും ആക്കണ്ട. സ്വീറ്റായിട്ട് സ്നാക്സ് ആയിട്ട് കഴിക്കുന്ന സംഭവമല്ലേ, അതുകൊണ്ട് ഏറ്റവും ചെറിയ ബോൾസാക്കി എടുക്കുക. ഇതുപോലെ തന്നെ ഓരോ ബോൾസാക്കി എടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാൻ വിട്ടുപോയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ കുഴച്ചതിന് ശേഷം 20 മിനിറ്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്തായാലും 20 മിനിറ്റ്സ് എങ്കിലും വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അത് അത്രയ്ക്കൊരു പെർഫെക്ഷൻ ആയി കിട്ടൂല. ഹാഫ് ആൻ അവർ നോർമലി ഞാൻ വെക്കാറുണ്ട്. പക്ഷേ എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഒരു 20 മിനിറ്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ശരിയായിട്ടുണ്ട്. നിങ്ങൾ വെക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും പെർഫെക്റ്റായിട്ട് കിട്ടൂല. അതുകൊണ്ട് എന്തായാലും ഒരു 20 മിനിറ്റ്സ് വെക്കണം. ഇങ്ങനെ തന്നെ ചെറിയ കുറേ ബോൾസാക്കി. ഇതിൽ കുറേ ബോൾസാവും. ഞാനെടുത്ത മെഷർമെൻറ്റിൽ തന്നെ 1 കപ്പിൽ തന്നെ കുറച്ചധികം ബോൾസാവും, ചെറിയ ബോൾസ് ആയതുകൊണ്ട്. എനിക്ക് ബോൾസൊക്കെ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിൽ ചെറിയ പൂരിയാക്കി ഇട്ട് കൊടുക്കാം. ഞാനുണ്ടല്ലോ പത്തിരി പ്രസ്സറില്ലേ, അതിലാണ് പ്രസ് ചെയ്യുന്നത്. ഞാൻ ഈ പത്തിരി പ്രസ്സറിലാണല്ലോ പ്രസ് ചെയ്യുന്നത്. ഞാൻ ഒറ്റ തവണ 3 4 ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം 3 വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ പൂരി ആയതുകൊണ്ട് 3 ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റും. ഇതാകുമ്പോൾ ഈസിയായി കിട്ടും. ഓരോന്നാക്കിയിട്ട് ഉണ്ടാക്കാണ്ടല്ലോ, ചെറുതല്ലേ. എന്നിട്ട് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇടുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് പൊങ്ങി കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റും ആയിരിക്കും. ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ. ഒരുമിച്ച് കുറേ എണ്ണ ഇടുന്നില്ല, അത് ഞാൻ ഒറ്റക്കാക്കുന്നുണ്ടല്ലോ. ഇട്ടാൽ അതിന് ഇട്ടപ്പാടെ ഒന്ന് എണ്ണ തെളിച്ച് കൊടുക്കണമല്ലോ, അതുകൊണ്ട് പൊങ്ങിക്കാൻ കുറച്ച് ടഫായി കിട്ടും. അതുകൊണ്ട് ഒരു 3 4 അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഒരു ഈ കളറാകുമ്പോൾ ഒക്കെ ഓയിലിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ഇത്ര ഈസിയാണെന്ന് അറിഞ്ഞിട്ട് ടേസ്റ്റൊന്നും ഇല്ലയെന്ന് വിചാരിക്കേണ്ട. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.
അഗെയിൻ സെക്കൻഡ് ബാച്ചും ഇങ്ങനെ തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ പത്തിരി പ്രസ് ചെയ്തിട്ട് കുറച്ച് പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അങ്ങനെ തന്നെ പ്രസ് ചെയ്യണം ഇടണം, അത് കുറച്ച് ടഫല്ലേ. അതുകൊണ്ട് പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി പ്രസ് ചെയ്തിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മൂന്ന് വീതമിട്ട് ഫ്രൈ ചെയ്തെടുക്കാമല്ലോ. നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് തന്നെ പെട്ടെന്ന് ഈ റെസിപ്പീസൊക്കെ സ്വീറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കും. പിന്നെ ഓതുക അതൊക്കെ ചെയ്യും. ആദ്യം ഇത് ഉണ്ടാക്കി വെക്കലുണ്ട്. നിങ്ങളുടെ വീട്ടിലൊക്കെ സ്വീറ്റായിട്ട് എന്താണ് ബറാത്ത് ഉണ്ടാക്കുന്നത്? അത് എന്തായാലും മറക്കാതെ പറയണേ. നെക്സ്റ്റ് ടൈം നമുക്കും ട്രൈ ചെയ്യാമല്ലോ. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് പുതിയ വിശേഷങ്ങളുമായിട്ട് എന്തായാലും പുതിയ വ്ളോഗിൽ വരാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.